വെൽക്കം ബാക്ക് ടു വിത്ത്. അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ എന്നും ഈ ഇന്ത്യനും ബ്രിട്ടീഷും ഒക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്ന് മാറ്റി പിടിക്കാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫൂഫു ആണ്. നൈജീരിയൻസിന്റെ ട്രഡീഷണൽ ഫുഡ് ആണ്, ഫൂഫു ആണ്. ഇത് ആക്ച്വലി എനിക്കൊന്ന് ഒന്ന് രണ്ട് ഫ്ലേവേഴ്സിലുണ്ട്. ഇത് പ്ലാന്റെയിനിലുണ്ട്, എന്താണ് എന്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മേടിച്ചിരിക്കുന്നത് കസാവയുടേതാണ്. അപ്പൊ കുറെ നാളായിട്ട് എനിക്കിത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഈ വീഡിയോസ് ഒക്കെ കണ്ട് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്തു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിച്ചേക്കാണ്. അപ്പൊ ഇത് പൗഡറാണ് ഇതിന്റെ. നമ്മളിത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ അലുവയ്ക്കൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പൗഡർ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കിട്ടുന്ന കേട്ടോ, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കിട്ടും. കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്റെ കൈ നല്ലതുപോലെ കിഴച്ചു തുടങ്ങിയപ്പോ ഞാനത് ലിനുവിനോട്ട് കൈമാറി. ഇനിയിപ്പൊ ലിനു ആണ് കുറച്ചു നേരം ഇത് ഇളക്കുന്നത്. നല്ല പണിയുണ്ട്, കാണുന്നത് പോലെ അല്ല. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പൊ കാണുന്നില്ലേ, ഇത് വിട്ട് വിട്ട് വരുന്നത് കണ്ടില്ലേ? ഇതുപോലെ കംപ്ലീറ്റ്ലി ഇങ്ങനെ വിട്ട് വിട്ട് വരണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. ആ പൗഡറിൽ തന്നെ എല്ലാം ആഡഡ് ആണ്. പക്ഷെ നിങ്ങളിപ്പോ വീട്ടില് കപ്പ മിക്സ് ചെയ്തിട്ട് അടിച്ചൊക്കെ എടുക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ ഇത് അല്ലേലും ചെയ്യാം. ഈ പച്ച കപ്പ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു ലിക്വിഡ് പോലെ ആക്കി എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പൊ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ അതിന് മെനക്കെടാതെ പൊടി മേടിച്ചെന്നേ ഉള്ളൂ. ഞാൻ തളർന്നു, ഏകദേശം ഞാൻ തളർന്നു. ആഗ്രഹിക്കാൻ ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ആഗ്രഹിച്ചു. ഇത്ര പണമുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കടയിൽ മേടിച്ച് കഴിച്ചേരെ. നൈജീരിയൻസിനെ സമ്മതിക്കണം, ഇത് എല്ലാ ദിവസവും ഒരു കഴിക്കുന്നില്ലേ. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടില്ലെങ്കിലും ഞാൻ വെള്ളം നിർത്തുള്ളൂ. എത്രത്തോളം നമ്മളിത് മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നു അത്രത്തോളം നല്ലതാണ്. എനിക്ക് അത്ര നല്ല വേണം, അതെന്റെ കയ്യൊക്കെ തീർക്കാൻ കഴിയും. ഇത് കുറെ കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അതായത് നിങ്ങൾ വേണ്ടി ഇട്ടിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇടിച്ചിടിച്ചു കൊടുക്കുമ്പോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് വരുന്നതാണ്. ഇതുണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യരുത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നോണ്ടാണ്, വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഉണ്ടാക്കുന്നോണ്ടാണ് ഇങ്ങനെ. 2-3 പ്രാവശ്യം ഒക്കെ കഴിയുമ്പോൾ ഞാൻ പഠിക്കുമായിരിക്കും. അപ്പൊ ഇനിയാണ് ഇതിന്റെ മെയിൻ സ്റ്റേജ് വരുന്നത്. അപ്പൊ നമ്മള് ഒരു ക്ലിങ്കിൾ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുണ്ടായിരുന്നു, ആവശ്യ സമയത്ത് കുറച്ചൊന്നും കാണത്തില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ടാക്കിയേക്കാം. ചൂടുണ്ട്, ഞാൻ പറഞ്ഞാൽ ഇത്ര ചൂടോട് നമ്മൾ ഇനി ചെയ്യുന്നത് നല്ല ബോളാക്കി എടുക്കണേ. സ്റ്റിക്ക് കൂടുതലുണ്ട് സാർ കപ്പയല്ലേ, ഇനി നമ്മൾ ബോളാക്കി എടുക്കണം. അതെ, ഞാൻ കണ്ട കസവ ഇത് തന്നെയാണ്. ഇത് ലിനുവിന്റെ ഉണ്ടാ, ഇനി ഞാൻ എന്റെ ഉണ്ടാക്കി വിടട്ടെ.
അപ്പൊ ദേ പൂപ്പും കറിയും അയച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റിക്കിനെസ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതാണോ അതോ ഒറിജിനലി പൂപ്പ് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ കറിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കച്ചവട ഈ കപ്പക്കിഴങ്ങിന്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടും തന്നെ കിട്ടത്തില്ല. പക്ഷെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. കൊള്ളാം. നമുക്കിതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ചൂടുണ്ട്. എന്ത് പറ്റി നീതു? വിചാരിച്ച അത്ര ടേസ്റ്റ് ഇല്ല. എന്റെ മനസ്സിലെ പൂപ്പ് ഇതല്ലായിരുന്നു. ഒത്തില്ല.